തന്റെയും ഭർത്താവ് അർജുന്റെയും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രചരിപ്പിച്ചവർക്കുള്ള മറുപടിയുമായി നർത്തകിയും യൂട്യൂബറുമായ സൗഭാഗ്യ വെങ്കടേഷ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് താരത്തിന്റെ പ്രതികരണം. ഞങ്ങളിൽ ഒരാൾ മരിക്കുന്നതുവരെ ജീവിതകാലം മുഴുവൻ വിവാഹിതരായി പരസ്പരം വിശ്വസ്തരായി തുടരുമെന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പ്രിയപ്പെട്ട മഞ്ഞപത്രം, ക്ഷമിക്കണം എന്നാണ് സൗഭാഗ്യ കുറിച്ചിരിക്കുന്നത്. തങ്ങൾക്കിടയിൽ ദാമ്പത്യ പ്രശ്നങ്ങളോ വിവാഹമോചനമോ ഉള്ളതായി വരുന്ന വാർത്തകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കുന്നതാണ് സൗഭാഗ്യയുടെ പോസ്റ്റ്. അടുത്തിടെ ശരീരഭാരം കുറച്ച് എല്ലാവരെയും സൗഭാഗ്യം ഞെട്ടിച്ചിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തും ഒപ്പം കൃത്യമായ ഡയറ്റും ജിം വർക്കൗട്ടുകളും പിന്തുടർന്നുമാണ് താൻ ശരീരഭാരം കുറച്ചതെന്നും സൗഭാഗ്യ പറഞ്ഞിരുന്നു. അതേസമയം തന്റെ ബിസിനസ് സംരംഭമായ പൂവ് ബ്രാൻഡ് പൂട്ടാൻ തീരുമാനിച്ചുവെന്നറിയിച്ച് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ സൗഭാഗ്യ വെങ്കടേഷ് കുറിപ്പ് പങ്കുവച്ചിരുന്നു. ബിസിനസ് പങ്കാളി തന്നെ വഞ്ചിച്ചുവെന്നാണ് താരം വെളിപ്പെടുത്തിയത്. ഹൃദയവേദനയോടെ വിടവാങ്ങുന്നു. പൂവിനെക്കുറിച്ച് ചോദിക്കുന്നവർക്കായി ഏറെ വിഷമത്തോടെ ഞാൻ ബ്രാൻഡ് പൂട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. സ്വപ്നത്തിലുള്ള എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടല്ല, പിന്തുണ ലഭിക്കാത്തതുകൊണ്ടുമല്ല. വഞ്ചനയിൽ അവസാനിച്ചൊരു പങ്കാളിത്തമാണ് കാരണം. ഞാനൊരാളെ വിശ്വസിച്ചു. ആ വിശ്വാസം പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഒരിക്കലും നേരിടേണ്ടി വരുമെന്ന് ഞാൻ കരുതാത്ത തീരുമാനങ്ങളുടെ ആഘാതമാണ് എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒരു ബ്രാൻഡ് പടുത്തുയർത്താൻ സമയവും സ്നേഹവും പണവും എണ്ണമറ്റ ഉറക്കമില്ലാത്ത രാത്രികളും വേണ്ടിവരും. ഒരാൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തതിനാൽ അത് അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഹൃദയഭേദകമാണ്. ഒന്നാമത്തെ ദിവസം മുതൽ പൂവിനെ പിന്തുണച്ച എല്ലാവർക്കും ഒരു വിശദീകരണം നൽകാൻ ഞാൻ ബാധ്യസ്ഥ ആണ് എന്നതിനാലാണ് ഇത് പങ്കുവയ്ക്കുന്നത്. സത്യസന്ധത, മര്യാദ, വിശ്വാസ്യത തുടങ്ങിയവയ്ക്ക് നിങ്ങൾ നൽകുന്ന അതേ മൂല്യം എല്ലാവരും നൽകുന്നില്ല എന്നതാണ് ചിലപ്പോൾ ബിസിനസ്സിൽ നിന്നും പഠിക്കാനുള്ള പ്രയാസമേറിയ പാഠം. എന്റെ സമാധാനം കൈവെടിയാതിരിക്കാൻ ഈ അധ്യായം ഞാൻ അടയ്ക്കുകയാണ്. പൂവിൽ വിശ്വസിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ സ്നേഹവും പ്രോത്സാഹനവും എനിക്കേറെ വിലപ്പെട്ടതാണ്. ഒരു സംരംഭക എന്ന നിലയിലുള്ള എൻ്റെ അവസാനമല്ലിത്. ഒരധ്യായം മാത്രമാണ് അവസാനിക്കുന്നത്. കൂടുതൽ കരുത്തോടെ അറിവോടെ ഞാൻ തിരിച്ചു വരും. ശരിയായ അടിത്തറയിൽ അത് പടുത്തുയർത്തും. സൗഭാഗ്യ കുറിച്ചു.